ഷഹല സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഷഹലയുടെ ഫോട്ടോസ്. നിങ്ങൾ ഈ ഫോട്ടോസ് ഒന്നും കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പിന്നെ ഈ ഒരു കാര്യം എനിക്ക് പറയാം, ആ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയതിനോട് എനിക്ക് ഒട്ടും യോജിപ്പോ കാര്യങ്ങളൊന്നുമില്ല. അതൊരു തെറ്റ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ എന്ത് വന്നിട്ട് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ്. ഓക്കെ, അറിഞ്ഞ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ 3ാമത്തെ വീഡിയോ ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇതിന്റെ മറുപടി കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സ്ത്രീകൾ ഇപ്പോൾ പല കാര്യങ്ങളും ഞാൻ ഇവിടെ സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ് ചെയ്തേക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കൊടുക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ഹൈപ്പ് ഉണ്ട്, അതും കൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഷഹല കറക്റ്റ് വയസ്സെന്ന് പറഞ്ഞാൽ 29 വയസ്സാണ്. കറക്റ്റ് 28-29 വയസ്സ്. 18ാമത്തെ വയസ്സിലാണ് പുള്ളിക്കാരി കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തത്. 4 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തത്. അതും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നുള്ള രീതിയിലാണ് അറിയാൻ കഴിയുമൊക്കെ. കുട്ടിയുടെ പേര് മുഹമ്മദ് അമീൻ എന്നങ്ങാണ്ടാണ്. അമീൻ അതാണ് കുട്ടിയുടെ പേര്. പിന്നെ ഹസ്ബൻഡ് പേര് ജെയ്സൽ, അദ്ദേഹത്തിന്റെ പേര് അങ്ങനെയാണ്. അദ്ദേഹത്തിന് 34 വയസ്സുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഷഹല പോയിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു മൊബൈൽ ഉടമയുടെ കൂടെ, എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും മൊബൈൽ ഉടമയുടെ കാര്യം. അയാൾക്ക് ഷോപ്പിലങ്ങാണ്ട് ജോലി ചെയ്യാങ്ങാണ്ട് ചെയ്യുവാണ്. അവരങ്ങാണ്ട് ഫോൺ നന്നാക്കാൻ പോയ സമയത്താങ്ങാണ്ട് ഉള്ള പരിചയമാണ് സത്യത്തിൽ. അങ്ങനെ ഫോൺ നന്നാക്കാൻ പോയുള്ള സമയത്ത് അവനെ കുറിച്ച് പറയുവാണെങ്കിൽ അവൻ അത്യാവശ്യം ഡ്രഗ്സ് അഡിക്റ്റ് ആണ്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടൈപ്പ് സാധനമാണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ല എന്നുള്ള രീതിയിലാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവൻ കല്യാണം കഴിച്ച് 3 കുട്ടികളുണ്ട്. 2 പെൺകുഞ്ഞും ഒരാണുമാണ് ഇവനുള്ളത്. 2 പെൺകുഞ്ഞും ഒരാണ്. അപ്പോൾ ഇവൻ ആ കുഞ്ഞുങ്ങളോടും ആ ഭാര്യയോടും ചെയ്തത് ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ് ഇവനാണ്. പിന്നെ ഷഹലയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങളുണ്ട്. സ്വന്തം സുഖത്തിന് വേണ്ടി ചാടിപ്പോയ ഒരുത്തി എന്നുള്ള രീതിയിലാണ് ഞാനും എൻ്റെ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവരെക്കുറിച്ച് അവിടെ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും നല്ല മാത്രമേ പറയാനുള്ളൂ. നല്ലത് മാത്രമേ ആൾക്കാർ പറയുന്നതുള്ളൂ. നല്ല അഭിപ്രായമാണ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിൽ. ആ പെൺകുട്ടി അത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവിടെ കഷ്ടപ്പാട് കൊണ്ടായിട്ടുള്ള രീതിയിലാണെന്നുള്ള രീതിയിലാണ് സംസാരം വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു അതെന്താ അങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ടൊക്കെ കുറച്ച് കടക്കാം. ഈ പറയുന്ന ചെറുക്കന്, ഈ ഷഹലയുടെ ഹസ്ബൻഡോട്ടുള്ള നമുക്ക് ആ വീഡിയോ ഇട്ട വ്യക്തി, അദ്ദേഹത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. ഈ കുടിയോ വലിയോ അങ്ങനെ ആയിട്ടുള്ളതൊന്നും ഇല്ലെന്നാണ് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത്. അതും നല്ലൊരു അഭിപ്രായമായിട്ടാണ് പുള്ളിയെ കുറിച്ചും പറയുന്നത്. പിന്നെ ഷഹലയ്ക്ക് ആ വീട്ടിൽ വോയിസ് ഇല്ല. എല്ലാം ഈ പറയുന്ന ചേച്ചിയാണ് ചെയ്യുന്നത്. ചേച്ചിയാണോ അനീതിയാണോ എന്ന് അറിയത്തില്ല. ഇവൻ്റെ ഈ ഹസ്ബൻഡിൻ്റെ, എൻ്റെ പേര് ജെയ്സലിൻ്റെ സഹോദരിയാണ് എല്ലാ കാര്യങ്ങളും ആ വീട്ടിലേക്ക് ചെയ്യുന്നത്. ഇപ്പം പൈസ അയച്ചു കൊടുക്കുകയാണെങ്കിലും ഈ പറയുന്ന സഹോദരിക്കാണ് കൊടുക്കുന്നത്. മാസത്തെ 500-600 രൂപ മാത്രമേ ഈ പറയുന്ന അവരുടെ ചെലവിന് വേണ്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആരുടെ ഈ പോയ പെണ്ണിൻ്റെ ഷഹലയ്ക്ക് കൊടുക്കുന്നത്. അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും സഹോദരിക്കാണ് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു വോയിസ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി. പോകുന്നതിന് 2 ആഴ്ച മുമ്പ് ഒരു വാഷിംഗ് മെഷീൻ എടുക്കുന്ന കാര്യം അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ചേച്ചിയോട് ചോദിച്ചിട്ട് ഞാൻ എടുത്തു തരാം എന്നുള്ള രീതിയിലാണ് ഇവിടെ പുള്ളിക്കാരൻ സംസാരിക്കുകയുണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന 8 വർഷം ഒരുമിച്ച്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പം എന്തുണ്ടെങ്കിലും ഈ ചേച്ചിയുടെ ചേച്ചി എന്നാ പറയുന്നത്, ഈ ചേച്ചിയോട് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറയുമ്പം അതൊരു വിഷയമായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ പൈസയും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുക്കുന്ന ചേച്ചിക്കാണ്. ഈ പറയുന്ന പുള്ളിക്കാരിക്ക് വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല. ഈ പറയുന്ന ചെക്കൻ്റെ, ഈ ജെയ്സലിൻ്റെ അച്ഛനാണെങ്കിൽ 2ാമതൊരു കല്യാണം കഴിച്ചതാണ്. അമ്മയെക്കുറിച്ച് പറയുവാണെങ്കിൽ അത് ഞാനിപ്പോൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം അറിഞ്ഞിട്ടാണ് ഈ പെണ്ണ് അവിടെ പോയി നിന്നത്, കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തതും നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയൊക്കെ. നല്ല രീതിയിൽ നല്ല പുള്ളിക്കാരിക്ക് അവിടെ ദുരന്തം തന്നെ ആയിരുന്നു എന്നുള്ള രീതിയെല്ലാം ഈ അമ്മയെ നോക്കണം. അത് മാത്രമല്ല അച്ഛൻ പോവുകയും ചെയ്ത്, അച്ഛൻ വേറൊരു കല്യാണം കഴിച്ചിട്ട് പോവുകയൊക്കെ ചെയ്ത്, അങ്ങനെ കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മൊത്തമായിട്ട് ഇവിടെ സംസാരിക്കുന്നില്ല. ആ അമ്മയുടെ കാര്യങ്ങൾ ഒട്ടും പറയാൻ എനിക്ക് ഒട്ടും മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ്. ഓക്കെ, അതിപ്പം അവിടെയുള്ള നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ മകൾ എന്ന് പറഞ്ഞാൽ ജെയ്സന്റെ ചേച്ചിയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുകയൊക്കെ ചെയ്യുന്നത്. പൈസ ഇടപാടാണെങ്കിൽ എല്ലാം. ഈ പെണ്ണിന് വലിയ റോളില്ല. പിന്നെ ഇവളെന്തെങ്കിലും പറയുവാണെങ്കിലും ഈ ചേച്ചി ഇച്ചിരി എന്താ പറയണ്ടേ, കുത്തി സംസാരിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നുള്ളത്. കുത്തി സംസാരം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാനറിയാലോ. പിന്നെയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പൈസയ്ക്ക് ഒരു ആവശ്യമോ ഷോർട്ടേജോ വരുമ്പോഴെല്ലാം ചേച്ചി നികത്തും. ഇവക്കാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
വീട്ടിലെ കാര്യങ്ങൾ നോക്കി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോവാണ്. അപ്പോൾ എന്തെങ്കിലും പൈസയ്ക്ക്, കാരണം ഓക്കെ, അല്ലെങ്കിൽ ഇക്ക എൻ്റെ പേര് ഇനി പൈസ അയക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പൈസയ്ക്കൊരു ഇത് വരുമ്പം ചേച്ചിയോട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരനെല്ലാം ചേച്ചി കേട്ട് കൊടുക്കുന്നത്. ഒന്നും പോരായ്മ EMI എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിലും പുള്ളിക്കാരി അങ്ങ് അടച്ചുകൊള്ളും. അതുകൊണ്ട് പുള്ളിക്കാരി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ കുറേ വിഷയങ്ങളും പിന്നെ ആ പെണ്ണ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്ക് വീട് വിട്ട് ആ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയതാണ്. പോയതിന് ശേഷം ഇവൻ വന്ന് വിളിച്ചുകൊണ്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. പിന്നെ ഈ ചേച്ചിക്കും 2 കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോയ അവനാണെന്ന് വെച്ചാൽ ഈ ഫോൺ ഇങ്ങനെ മാറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്. 10-20 സിമ്മും 3-4-5 ഫോണൊക്കെ ഉണ്ടെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ 13 പവൻ്റെ സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യത്തിൽ ആ പെണ്ണിൻ്റെ കയ്യിലെങ്ങാണ്ട് 3.5 പവൻ്റെ സ്വർണ്ണം മാത്രമേ ഉള്ളായിരുന്നെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കേസിൻ്റെ ഒരു ബലം കിട്ടാൻ വേണ്ടിയാണ് പോലീസ് 10 പവൻ കൂടെ എക്സ്ട്രാ ചേർത്തെന്നുള്ളൊരു സംസാരവും കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് അറിയിച്ചത്. പിന്നെ കുട്ടിക്കാണെങ്കിൽ ഒരു കുറവും വരത്തത്തില്ല. പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ കാര്യത്തിനും അവനെ ഇരുത്തി പഠിപ്പിക്കാനും മദ്രസയിൽ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിയാണ് നോക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ പുള്ളിയുടെ ജീവിതം എന്ന് വെച്ചാൽ ഒരു ബ്രിട്ടീഷ് ജീവിതമായിരുന്നു. ഭയങ്കര എന്താ പറയണ്ട, അനുഭവിക്കുക എന്നുള്ള രീതിയിൽ നിന്നൊക്കെയാണ് അവിടെ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം വീടാണെങ്കിൽ ഒരു കൊച്ചൊരു വീടാണ്. ആ കൊച്ചൊരു വീടിൽ നിന്നിട്ട് അത്യാവശ്യം ഇപ്പോൾ ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഒരു റൂമും ഒരു ബാത്റൂമും സെറ്റ് ചെയ്തിട്ട് വീട് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതിനകത്താണ് ഇവർ താമസിക്കുന്നത്. ഇവൻ്റെ അമ്മയും ഈ പറയുന്ന ഷഹലയാണെങ്കിലും കൂടെ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് വീട് പണി നടത്താൻ വേണ്ടിയാണ് സെറ്റാക്കാൻ വേണ്ടിയാണ് പുള്ളി ഗൾഫിൽ പോവുകയൊക്കെ ചെയ്തത്. ഇത് പുള്ളിക്കൊരു റോളും ഇല്ല, ഒന്നുമില്ല, ആകെപ്പാടെ കഷ്ടപ്പാട് എന്നുള്ള രീതി മാത്രം. എല്ലാവർക്കും ആണെങ്കിലും നല്ല അഭിപ്രായം, ആരെയും മോശമായിട്ട് സംസാരിക്കുകയൊന്നുമില്ല. നേരത്തെയും വീട്ടുകാർ ഈ പറയുന്ന ഷഹലയോട് പറഞ്ഞാണ്, നിനക്ക് അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ നീ വീട്ടിലോട്ട് വരൂ എന്ന് പറഞ്ഞപ്പോഴും ഇക്കെ വിട്ട് കളിക്കത്തില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയുടെ കൂടെ ഇറങ്ങിപ്പോയത്. ഇപ്പം ഞാൻ അറിയാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇവൾക്ക് ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, ഇറങ്ങിപ്പോയത് ഒരു തെറ്റാണ്. പക്ഷെ ആളിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പാവമാണ്. ആ കൊച്ചി ഇതെങ്ങനെ ചെയ്തു എന്നാണ് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്. അവിടുത്തെ ആൾക്കാർ പറഞ്ഞുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആരും വിശ്വസിക്കുന്നില്ല ഇങ്ങനൊരു കാര്യം. ഒന്നെങ്കിൽ അവൻ എന്തെങ്കിലും മയക്കി എടുത്തായിരിക്കാം എന്നുള്ള രീതിയിലാണ്. ഫോൺ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, അത് കംപ്ലൈൻ്റ് ആയപ്പോൾ കടയിൽ പോയപ്പോൾ ഉള്ള എങ്ങാണ്ട് ഒരു പരിചയം കാര്യങ്ങളും ഉണ്ടാണ്. കാരണം അതുപോലത്തെ കഷ്ടപ്പാടുകൾ അത് അനുഭവിച്ചുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് അത് പോയെന്ന് പറയുന്നത്. പക്ഷെ എത്ര പോയെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇയാളെക്കുറിച്ചും മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമില്ല. ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ചെറുക്കൻ ഭയങ്കര പാവമാണ്. അവൻ പാവമായി പോയതാണ് ഇവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വന്ന പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിലല്ല, 3rd person അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അധികാരങ്ങളും കാര്യങ്ങളും മൊത്തം ചെയ്യുന്ന 3ാം ഒരാളാണെന്ന് നോക്കുമ്പം ചില പെണ്ണുങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ചും നല്ലത് പറയുന്നുണ്ട്, ഷഹലയെക്കുറിച്ചും നല്ലത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കഥയാണ് ഞാൻ കേട്ടത്. അത് 2-3 ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുമ്പോൾ ഇത് ഇത്രയും ആൾക്കാരും നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ആൾക്കാർക്ക് ഇറങ്ങിപ്പോയതിനോട് ഒട്ടും യോജിപ്പില്ല. അതും ലോകം ഒരു ഫ്രോഡിൻ്റെ കൂടെയാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പാസ് ചെയ്ത് തന്നത്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കുറേ കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നുമില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ആ പെണ്ണിന് ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ല, ഒരു ഗൂഗിൾ പേയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഭർത്താവാണെങ്കിൽ അയക്കുന്ന പൈസ മൊത്തം അത്. അപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവൾ ബാങ്കിലേക്ക് അടുത്ത സമയത്ത് ഇനി ഗൂഗിൾ പേ വല്ലതും തുടങ്ങിയൊന്നും അറിയത്തില്ല. ഈ പറയുന്ന കാമുകൻ തുടങ്ങിപ്പിച്ചു എന്നൊന്നും നമുക്കറിയത്തൊന്നുമില്ല. നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷഹല ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ട് അതിനുള്ള നിയമ നടപടി എടുക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. അല്ലാതെ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി പോകുന്നതല്ല ചെയ്യുന്നത്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത്, ഈ പറഞ്ഞ ഷഹല ചെയ്തത്. അത് ഒരിക്കലും ആ ഒരാണിനെ കുറിച്ച് ആൾക്കാർ ഒരു മോശവും പറയുന്നില്ല, ഇവളെയും കുറിച്ച് ഒരു മോശവും പറയുന്നില്ല. ആ വ്യക്തിനെ പോലൊരു വ്യക്തി എന്നെ ഇട്ടിട്ട് പോകാന്ന് പറയുമ്പം എനിക്ക് ഒരു വിഷമമാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് അപ്പം ഞാൻ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ഞാനും ചോദിച്ചു, ഇത്രയൊക്കെ ഇഷ്ടമാണെങ്കിലും പിന്നെ എന്തുകൊണ്ട് പോയി? അതാണ് അവർക്കും ഒരു പിടി കിട്ടാത്തത്. നേരത്തെയും ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴും അവൾ പോകുന്നില്ല, എനിക്ക് എൻ്റെ ഇക്കയുടെ കൂടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് വീട്ടുകാരുൾപ്പെടെ പോകാൻ പറഞ്ഞിട്ടും എനിക്ക് ഇക്കയുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. കാരണം പുള്ളി അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്. ഇവളും അതേപോലത്തെയാണെന്നാണ് പറയുന്നത്. പിന്നെ ഈ അവസാനം ഈ ഒരു മാസം കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് ഇതുണ്ടായിരിക്കുന്നത്. അപ്പോൾ വീട്ടിലും അധികാരമില്ല, കഷ്ടപ്പാട്, അത് ഇത് മറ്റേത് മറിച്ചത്. പിന്നെന്താ പറയണ്ടേ, പറയുന്നവർ പറഞ്ഞത് ആ കൊച്ചിനൊരു സുഖം കിട്ടിയിട്ടില്ല. വലിയ ജീവിതം ജീവിക്കേണ്ട ഒരു കൊച്ചിന് ആ ഒരു വീട്ടിൽ സുഖമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. പിന്നെ അതുപോലെ തന്നെ ബന്ധുക്കളെയൊക്കെ വീട്ടിലോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ അഴുക്കും ചെളിയും അങ്ങനെയൊക്കെയുള്ള വരുന്ന വഴിയിൽ അതൊക്കെയാണ് തോന്നുന്നത്. അതും ഇങ്ങനെ ഞാൻ കേട്ട്. പിന്നെ വീട്ടിൽ ഇരിക്കാനും പറ്റാത്ത കുറേ സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇവനെ കിട്ടിയപ്പം പുള്ളി നൈസായിട്ട് പോയത്. അപ്പോൾ പറഞ്ഞ ആൾക്കാർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചെയ്തത് തെറ്റാണ്,
അത് നമുക്ക് ഒരിക്കലും പുറക്കാൻ പറ്റത്തില്ല. എന്താണ് സംഭവിച്ചതെങ്കിൽ അവൾ വന്നാലേ നമുക്കറിയാൻ കഴിയത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു കാര്യം കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവൾ വരുവാണെങ്കിൽ എനിക്ക് അവളോട് നിന്ന് സംസാരിക്കണം, എന്താണ് പോകാനുള്ള കാര്യങ്ങളും. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിട്ടാണ് ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ കേട്ട കഥ 2-3 ആൾക്കാരുമായിട്ട് ചോദിച്ച് എനിക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ അതാണ് എനിക്ക് സൈഡിൽ വെക്കുകയൊക്കെ ചെയ്തത്. അത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുമ്പോൾ ഈ പറയുന്ന ചേച്ചിക്ക് പൈസ അയച്ചു കൊടുക്കുക, ചേച്ചിയുടെ അണ്ടറി നിൽക്കുക, ചേച്ചി പറയുന്നത് കേൾക്കുക, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുക, ഒരടിമയെ പോലെ നിൽക്കുന്നതിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഭരണം മൊത്തം ചേച്ചി എന്ന ആ ഒരു സിറ്റുവേഷൻ. പിന്നെ അതുപോലെ തന്നെ ചെറുക്കൻ്റെ അമ്മയ്ക്ക് അത് ഞാനിവിടെ പറയുന്നില്ല. അതും കൂടെ ഒക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചിലപ്പം ഒരു സഹതാപം പെണ്ണിനോട് തോന്നാം. പക്ഷെ ചെയ്തത് തെറ്റാണ്, ഇറങ്ങിപ്പോയത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പം അതിനൊരുപാട് സൊല്യൂഷൻ ഉണ്ടായിരുന്നു, അത് ചെയ്തില്ല. അത് ചെയ്യാത്തതിൻ്റെ ഫലമാണ് ഇപ്പം ആരും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് എനിക്കത് തോന്നുന്നില്ല, ഒരു മനുഷ്യനും തോന്നുന്നില്ല ഇത് കേട്ടപ്പം. ഞാനിപ്പോൾ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ആരെയും വെളുപ്പിക്കാനൊന്നും വന്നതൊന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ചെയ്ത് തെറ്റ് തന്നെ. പോവണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് കാര്യങ്ങൾ നീക്കാൻ നോക്കുമായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരാതി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ വിഴുങ്ങിയാണ് സംസാരിച്ചത്. ഇപ്പോഴാണെങ്കിൽ പോലും എല്ലാം ഒന്നും എനിക്ക് വിളിച്ച് പറയാനൊന്നും പറ്റുമൊന്നും ചെയ്യത്തില്ല. വാഷിംഗ് മെഷീൻ എടുക്കാൻ നേരത്ത് ചേച്ചിയോട് ചോദിക്കുക, ചേച്ചി പറഞ്ഞ് പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, എന്തായാലും പോയത് ഒരു ലോക ഫ്രോഡിൻ്റെയും കൂടെ. അല്ലെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്. അവർ പറയുന്നത് വെച്ചാൽ ഈ പെണ്ണ് അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നാണ് ആൾക്കാർ പറയുന്നത്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ, ഒട്ടും പ്രതീക്ഷിച്ചില്ല പോകുന്നത്. അഥവാ പോയെങ്കിലും എന്താ പറയണ്ടേ, പോയി രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലും പറയുന്ന ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെറുക്കൻ്റെ ഭാഗത്ത് ഇല്ല, അവനും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പാവം പിടിച്ചവനാണ്, അവന് വേണ്ടിയാണ് അവൾ കൂടുതൽ നിന്നത്. അങ്ങനെ ഓക്കെ, എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഗൈസ്.